നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട രാഹുൽ ഈശ്വർ ഹണിറോസിന്റെ പരാതിയിൽ നിർണായക നീക്കം, മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട രാഹുൽ ഈശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. ഹണിറോസ് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ, ഇരയായത് ഒന്നല്ല 1000 തവണ, ഇതിനപ്പുറം മാന്തിയാലും നിങ്ങൾ കാണുന്ന തരമല്ല കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ. ഒന്നല്ല 1000 തവണ സൈബർ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ. മുൻകാലങ്ങളിലൊക്കെ മുഖമില്ലാത്തവരായിരുന്നു സൈബർ ആക്രമണങ്ങൾ നടത്തിയതെങ്കിൽ ഇപ്പോൾ പ്രൊഫൈലും മുഖവും പാർട്ടി ചിഹ്നവും വച്ചാണ് ആക്രമണം. ഹണിറോസ് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാ നേതാവായാലും അവരുടെ രാഷ്ട്രീയം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഹണിറോസ് നേരിട്ട ദുരനുഭവത്തിന്റെയും സ്വീകരിച്ച നിയമ നടപടിയുടെയും പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 ആണെന്ന് പറയുന്ന കേരളത്തിലാണ് ഇത് നടക്കുന്നത്. പത്തനംതിട്ട പീഡനവുമായി ബന്ധപ്പെട്ട സർക്കാരിനെ കുറ്റപ്പെടുത്തി കെ സുരേന്ദ്രൻ. പത്തനംതിട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പട്ടികജാതി പെൺകുട്ടികൾക്കെതിരെ പീഡനം നടക്കുന്നുവെന്നും മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം ക്രൈം നടക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 ആണെന്നും ബോച്ചയെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എവിടെയായിരുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസി? ദേശീയ വനിതാ കമ്മീഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസുമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കേരള പോലീസ് അറിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. UPയിൽ നിർമ്മാണത്തിലിരുന്ന റെയിൽവേ സ്റ്റേഷൻ തകർന്നു വീണു. 23 പേർക്ക് പരിക്ക്. ഉത്തർപ്രദേശിലെ കനൌജ് റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ അപകടം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കോൺക്രീറ്റ് തകർന്നു വീണാണ് അപകടമുണ്ടായത്. റെയിൽവേ സ്റ്റേഷനിലെ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയായിരുന്നു അപകടം. ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. ബിഷപ്പ് ഹൌസ് സംഘർഷത്തിൽ 3 കേസുകൾ കൂടി. 21 വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. കുർബാന തർക്കത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വൈദികർക്കെതിരെ പുതിയ കേസുകൾ. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് 21 വൈദികർക്കെതിരെ കേസെടുത്തു. SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെയും കേസെടുത്തു. വഴി തടഞ്ഞ് സമരം ചെയ്തതിനും കേസുണ്ട്. ഇതോടെ ബിഷപ്പ് ഹൌസ് സംഘർഷത്തിൽ മൊത്തം 4 കേസുകളാണ് വൈദികർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ
യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങൾ. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങൾ. യു പ്രതിഭ, MLA MS അരുൺകുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിൽ. മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ്, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. നാളെ പെട്രോൾ പമ്പ് സമരം. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ തുറക്കില്ല. പ്രതിഷേധം ഡീലർമാരെ മർദ്ദിച്ചെന്ന് ആരോപിച്ച്. സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ തിങ്കൾ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റേതാണ് തീരുമാനം. പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. തീരുമാനമായി. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല. ഇന്ത്യയെ പ്രതിനിധീകരിക്കുക ജയശങ്കർ. അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന് സ്ഥിരീകരണമായി. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആയിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.